ഹലോ ഗൈസ്, അവല് സുബൈക്ക് എടുത്ത് വണ്ടിയിലിട്ട കോലാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. എവിടേക്കാണ് ഈ പോണെന്നല്ലേ, ഞങ്ങൾ നാട് വിടാൻ പോവാണ്. എന്താ ഇവിടെ നിന്നിട്ട് നാട്ടുകാരെ കൊണ്ട് കുടുംബക്കാരെ കൊണ്ടൊക്കെ ഇടക്ക് സമാധാനക്കാർ ഉണ്ടായ അതേമാതിരി ഒരു യാത്ര എല്ലാവർക്കും നിർബന്ധം. പിന്നെ ഇപ്പൊ തിരിച്ച് ചെയ്തേ നാട്ടിലല്ലേ വരുന്നതെന്ന് ചോദിക്കുന്നവരോടാണ് 2 ദിവസമെങ്കിലും സമാധാനം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പോണത് ഒറ്റക്കല്ല, ഞാനും എന്റെ പുതിയാപ്പിളിന്റെ കമ്പനിക്കാരും എന്റെ പെണ്ണുങ്ങളും ഉണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഒരു നെയ്റോസ്റ്റ് അടിച്ചു കണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ മണിക്കൂറോളം വണ്ടിയിൽ നിന്നിട്ട് കൈയും കാലൊക്കെ ഒന്ന് നിർത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ ഒരു സ്ഥലത്താണ് ഇറങ്ങിയിരിക്കുന്നത്. കാലാണെങ്കിൽ നിലത്തെത്താൻ പറ്റണില്ല, ഫുള്ള് ഞാവൽപ്പഴയുടെ അവിടുത്തെ മനുഷ്യന്മാർ, അടിപൊളി മനുഷ്യന്മാരുടെ മക്കളെ പൊട്ടിച്ചോടുന്ന പറഞ്ഞിട്ട് വടിയൊക്കെ കൊടുത്തു നിൽക്കണം. നമ്മളെ നാട്ടിലൊക്കെയാണെങ്കിൽ ഏതെങ്കിലും മാങ്ങ നിലത്ത് വീണ് ചീഞ്ഞു പോയാലും എടുക്കാൻ സമ്മതിക്കില്ല, അജാതി ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്ര നല്ല മനുഷ്യന്മാരുള്ള ഈ ഒരു സ്ഥലത്തിന് പേര് എനിക്കറിയില്ല കേട്ടോ മക്കളെ. നിങ്ങൾ ആരെങ്കിലൊക്കെ ആ സ്ഥലത്തിരുന്ന് വീഡിയോ കാണുന്നുണ്ട്, ഇതൊക്കെ ഏരിയ ഒക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമന്റ് ഇടണേ. അങ്ങനെ നമ്മളെ ചേട്ടന്മാരോട് ടാറ്റും പറഞ്ഞാണ് നേരെ നമ്മൾ ഉച്ചക്ക് ഫുഡ് അടിക്കാനായിട്ട് പോയിക്കണത്. എവിടെ പോയാലും ഫുഡ് വിട്ടൊരു കളിയില്ല. അങ്ങനെ ഉച്ചക്കത്തെ കാര്യം ഉഷാറായി എന്നിട്ട് അടിപൊളി മീൻ പൊരിച്ച കൂടി ചോർന്നിട്ട് നമുക്ക് റാഹത്തയക്കണം. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര മക്കളെ കുറച്ച് ഓഫ് റോഡ് ആണ് കേട്ടോ. പിന്നെ നമ്മളെ വണ്ടി ഒരു സംഭവം എന്നുള്ളത് ഇപ്പനായിട്ട് പോയപ്പോഴല്ലേ മനസ്സിലായത്. എന്തായിരുന്നു അവന്റെ ഒരു കഥ എന്നറിയോ, എജ്ജാതി പോക്കി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോ അതടാ പെയ്യണ മഴ. നമ്മൾ പിന്നെ എവിടെ പരിപാടി അവതരിച്ചാലും തന്നെ ഇക്കാരം. അങ്ങനെ ദീർഘനേരത്തെ യാത്രക്കൊടുവിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണട്ടാ. നീ എവിടേക്കാണ് പോയിക്കണി, എവിടെയാണ് നിന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളെ പറയൂട്ടെ. എന്തായാലും ഇന്നൊക്കെയുള്ള തയ്ക്കണം. അൽഹംദുലില്ലാഹ് റാഹത്ത്. ബാക്കി നാളെ നോക്കാം.